ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ കബാബാണ്. ഗ്രിൽ പാനും ഓവനും ഒന്നുമില്ലാണ്ട് ഫ്രൈ പാനിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ബോൺലെസ് പീസാണ് നമുക്ക് വേണ്ടത്. അത് ക്യൂബായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് ഒരുപാട് വെള്ളം ആവണ്ട, ഇതുപോലെ കട്ടിത്തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചിക്കനിലോട്ട് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല, ഒരു ഇച്ചിരി എരിവിനായിട്ട് ഇട്ടാൽ മതിയാകും. പിന്നെ ചിക്കൻ മസാല, ഞാനിപ്പോൾ ഈസ്റ്റേണിൽ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഗരം മസാല, മല്ലിപ്പൊടി അതൊന്നും ഒരിക്കലും ആഡ് ചെയ്യരുത്, ആ ഒരു റോ ടേസ്റ്റ് ഇതിന് പറ്റില്ല. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക. ഇനി നമുക്ക് ഒരു പീസ് ലെമണിൻ്റെയും കൂടി ഒരു പുളിപ്പിന് വേണ്ടി, തൈരിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടെങ്കിൽ ലെമൺ ചേർക്കണമെന്നില്ല. ഇനി അതിലോട്ട് ലേശം ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 4-5 മണിക്കൂറെങ്കിലും ഏകദേശം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, അപ്പം നന്നായിട്ട് അതിലോട്ട് പിടിക്കും. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് വെച്ചാൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു അരമണിക്കൂറെങ്കിലും അത്യാവശ്യം ഒന്ന് വെക്കാൻ നോക്കണം. ഇനി നമുക്ക് ഫ്രൈ പാനിൽ നമുക്കൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് സവോള, ക്യാപ്സിക്കം, നല്ല പഴുത്ത തക്കാളി, ക്യാപ്സിക്കം എത്ര കളർ എടുക്കുന്നോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാൻ നമ്മൾക്ക് വേണം. ഫ്രൈ പാനിലാണ് നമ്മൾ ചെയ്യുന്ന, അവനും ഗ്രിൽ പാനും ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിലോട്ട് സവോളയും ക്യാപ്സിക്കവും തക്കാളിയൊക്കെ ഇതുപോലെ ക്യൂബായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇങ്ങനെ നമ്മൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ ഒരു ടൂത്ത് പിക്ക്. ഞാൻ സ്റ്റീലിൻ്റെ വലിയ അതല്ല എടുത്തേക്കുന്നത്, നമുക്കിങ്ങനെ കഴിക്കാമെന്നുള്ള പാകത്തിലൊരു ചെറിയ ടൂത്ത് പിക്കില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ്, സ്റ്റിക്കിലാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ആദ്യം ഒരു സവോള ക്യൂബായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ഒരു പീസ്, പിന്നെ അത് തന്നെ റിപ്പീറ്റ്, അങ്ങനെ ഇടയിടത്ത് ഇതുപോലെ അടിപൊളി കളർഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലേശം ഒരു ഷാലോ ഫ്രൈ പോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്, സ്ലോ കുക്കായിട്ട്. ഇനി പാനൊന്ന് ചൂടായി അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഓരോ പീസ് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. അത് ഓരോ പീസ് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ 4 പീസും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് അത് ഒരുപാട് കൂട്ടിയൊന്നും വെക്കണ്ട. ആദ്യം ഒന്ന് പാൻ കൂട്ടി വെച്ചിട്ട് അതൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വയ്ക്കാൻ. അത് അതിൽ കിടന്ന് സ്ലോ കുക്കായിട്ട് നല്ല ക്യാപ്സിക്കത്തിൻ്റെയും ടൊമാറ്റോയുടെയും ഒക്കെ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവറും, ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ അടിപൊളിയായി ചിക്കന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഓരോ സൈഡ് കുറച്ച് നേരം ഇട്ടുകൊണ്ട് ഇങ്ങനെ കളറൊന്ന് മാറി വരുന്നവരെ ഇങ്ങനെ ഇട്ടുകൊണ്ടൊന്ന് തിരിച്ചും മറിച്ചും വെക്കുക. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട, അതൊരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുക്കായോ എന്ന് നോക്കാം. ഈ കളർ കാണുമ്പോഴേ അറിയാം ഏകദേശം നല്ലൊരു സ്ലോ കുക്ക് പോലെ നമ്മൾ ചെയ്തെടുത്ത്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ അതിലോട്ട് ക്യാപ്സിക്കത്തിൻ്റെയും ഓണിയൻ്റെയും ടൊമാറ്റോയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടാവും, നല്ല സ്മെല്ലൊക്കെ ഈ സമയത്ത് വരും. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്, അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.